എല്ലാവർക്കും ആര്യ സീരിയൽ സ്പോട്ട് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ആൻഡിയോട് ബാലചന്ദ്രൻ സംസാരിച്ചതിന് ശേഷം അലീനയോട് വന്ന് ബാലചന്ദ്രൻ പറയുവാണ്, നിനക്കിന്ന് എവിടേക്കോ പോകണമെന്നല്ലേ പറഞ്ഞത്, ഇന്ന് നമുക്ക് പോയാലോ എന്ന് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുവാണ്. സമയം തന്നെ അലീന പറയുവാണ്, അച്ഛൻ ഇന്ന് മീറ്റിംഗ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, പിന്നെ എങ്ങനെയാ അച്ഛാ പോകാൻ സാധിക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ മീറ്റിംഗ് ആണ് കുറച്ചു മുൻപ് ഞാൻ പറഞ്ഞത്, അത് പെട്ടെന്ന് തന്നെ തീർന്നു പോയില്ലേ, ഇനി പ്രധാനപ്പെട്ട മീറ്റിംഗ് ഒന്നും ഇല്ല, നാളെ ഏതെങ്കിലും കേസ് വന്ന് പെടുമോ എന്നും അറിയില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന് തന്നെ പോവാം എന്ന് പറയുന്നുണ്ട്. സമയം തന്നെ അലീന പറയുവാണ്, അച്ഛൻ ഞാൻ റെഡി ആയിട്ട് വരാന്ന് പറയുന്നുണ്ട്. സമയം വീണ്ടും അലീന ചോദിക്കുവാണ്, അച്ഛന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഈ സമയം ബാലചന്ദ്രൻ പറയുവാണ്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, നീ പോയിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അലീന റെഡിയാകാൻ വേണ്ടി പോകുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് രണ്ടുപേരും റെഡിയായിട്ട് ഇറങ്ങുന്നുണ്ട്. ബാലചന്ദ്രൻ പെട്ടെന്ന് പോയി കാറിൽ കയറുന്നുണ്ട്. അലീന വീടും എല്ലാം പൂട്ടിയിട്ട് വരുന്നുണ്ട്. വണ്ടിയിൽ കയറി ഇരിക്കുമ്പോൾ ബാലചന്ദ്രൻ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വണ്ടിയിൽ ഇരിക്കുവാണ്. ഈ സമയം അലീന ചോദിക്കുവാണ്, അച്ഛൻ എന്താ സീറ്റ് ബെൽറ്റ് ഇടാത്തേന്ന്? ബാലചന്ദ്രൻ പറയുവാണ്, ഞാൻ മറന്നുപോയി. പെട്ടെന്ന് തന്നെ സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? അലീനയോട് ചോദിക്കുവാണ്. എനിക്ക് ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസിൽ വേണ്ടത്, എനിക്ക് എൻ്റെ അനിയത്തിമാർക്കും അനുജന്മാർക്കും എല്ലാവർക്കും ഡ്രസ്സ് മേടിച്ചു കൊടുക്കണം. ഈ സമയം ബാലചന്ദ്രൻ പറയുവാണ്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടെക്സ്റ്റൈൽസിലേക്ക് പോകാം. ഈ സമയം അലീന പറയുവാണ്, വേണ്ടച്ചാ, അവിടേക്ക് വന്നു കഴിഞ്ഞാൽ അച്ഛൻ എൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിക്കത്തില്ല. അധ്വാനിച്ച് വാങ്ങിയ പൈസ കൊണ്ട് ആരുടെയും സഹായമില്ലാതെ തന്നെ അവർക്ക് ഡ്രസ്സ് മേടിച്ച് ണം കൊണ്ട് തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും കടയിൽ കയറാമെന്ന് പറയുന്നുണ്ട്. ഈ സമയം വീണ്ടും ബാലചന്ദ്രൻ പറയുവാണ്, അതെന്തിനാ നമ്മുടെ കടയുള്ളപ്പോ വേറെ കടയിലോട്ട് പോകുന്നത്? ഞാൻ നിന്റെ കയ്യിൽ നിന്നും കാശ് മേടിച്ചോളാം, അപ്പോ തീരില്ലേ നിന്റെ പ്രശ്നം, നമ്മുടെ കടയിലേക്ക് തന്നെ പോകാം എന്ന് പറയുമ്പോൾ അലീന പറയുവാണ്, വേണ്ട, എനിക്ക് അച്ഛനെ അത്ര വിശ്വാസമില്ല, കൊണ്ട് തന്നെ നമുക്ക് വേറെ കടയിൽ തന്നെ പോകണമെന്ന് പറയുവാണ്. പിന്നെ അലീന ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുവാണ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ കടയിലേക്ക് പോകാം, വേറെയും നല്ല കടകളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതേസമയം ഒരു കടയിലേക്ക് നിർത്തി സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മുടെ ബാലചന്ദ്രൻ സ്റ്റാൻലിയെ വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ സ്റ്റാൻലിയോട് പറയുവാണ്, ഞാനിപ്പോ പോകുന്നത് കോട്ടയത്തെ കല്യാൺ സിൽക്സിലേക്കാണ്, ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ, നിങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് തന്നെ ടെക്സ്റ്റൈൽസിലേക്ക് എത്താം. അതേസമയം സ്റ്റാൻലിക്ക് അതെവിടെയാണെന്നൊന്നും അറിയത്തില്ല. പിന്നെ ബാലചന്ദ്രൻ കറക്റ്റ് സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ അലീനയും ബാലചന്ദ്രനും ഇവിടെ കടയിലേക്ക് എത്തിയിട്ടുണ്ട്. അതേസമയം എന്താ വേണ്ടതെന്ന് വന്ന് ചോദിക്കുമ്പോൾ ടോപ്പും ചുരിദാറൊക്കെ വേണമെന്നാണ് അലീന പറയുന്നത്. അങ്ങനെ അവയും കുട്ടി ആ സെക്ഷനിലോട്ട് പോകുവാണ്. ഈ സമയം ബാലചന്ദ്രൻ അലീനയോട് പറയുവാൻ, ഇഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്തെടുത്തോ, ഞാൻ അവിടെ തന്നെ കാണുമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ ബാലചന്ദ്രൻ വീണ്ടും സ്റ്റാൻലിയെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുവാണ്, എവിടെ എത്തിയെന്ന്. ബാലചന്ദ്രൻ, ഞാനിവിടെ കാർ പാർക്കിങ്ങിൽ റെസ്റ്റ് എടുക്കുവാണ്, എങ്കിൽ ഈ 3-ാം നിലയിലോട്ട് ഒന്ന് കയറി പോരെന്ന് പറയുന്നുണ്ട് ബാലചന്ദ്രൻ. അവിടെ തന്നെ ഉണ്ടെന്ന് പറയുവാണേ. ഈ സമയം തന്നെ സ്റ്റാൻലി ചോദിക്കുവാണ്, എന്നെ കണ്ട തിരിച്ചറിയോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ബാലചന്ദ്രനോട് ചോദിക്കുവാണ്. എന്നെ കാണാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാൻലി പറയുവാണ്, ഞാനൊരു സൺഗ്ലാസ് വെക്കാമെന്ന്, എന്നെ കാണുവാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെട്ടാൽ മതിയെന്ന് ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുവാണേ. സ്റ്റാൻലിയോട് സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രൻ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുവാണേ. ഈ സമയം തന്നെ സ്റ്റാൻലി കയറി വരുവാണ്. സ്റ്റാൻലി കയറി വരുന്നത് ബാലചന്ദ്രൻ കാണുന്നുണ്ട്. ബാലചന്ദ്രനും സ്റ്റാൻലിയെ കാണുന്നുണ്ട്, സ്റ്റാൻലിയും ബാലചന്ദ്രനെ കാണുന്നുണ്ട്. എന്നിട്ട് വലിയ മൈൻഡ് കൊടുക്കാതെ എന്ന് പോകുവാണ് അകത്തേക്ക് കയറി. ഈ സമയം ബാലചന്ദ്രൻ ഫോൺ വിളിച്ചിട്ട് പറയുവാണ്, ഞാൻ കണ്ടായിരുന്നു കേട്ടോ എന്ന്. സ്റ്റാൻലിയും പറയുവാണ്, ഞാനും കണ്ടു എന്ന് പറയുന്നുണ്ട്. എന്നെ തിരിച്ചറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണേ. ചന്ദ്രൻ പറയാണ്, വലിയ കുഴപ്പമില്ല, അഥവാ തിരിച്ചറിഞ്ഞാലും നമ്മൾ മൈൻഡ് ചെയ്ത് അങ്ങ് നിന്നാൽ മതി, ഇതിനെ ചുരിദാർ ആ സെക്ഷനിലുണ്ട്, അപ്പോൾ അങ്ങോട്ടേക്ക് ചെന്നാൽ മതി അവളെ കാണാൻ എന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറഞ്ഞു കൊടുക്കുവാണ്. ഈ സമയം അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട് സ്റ്റാൻലി. അതേസമയം തന്നെ അലീന ഓരോ ഡ്രസ്സായിട്ട് നോക്കുകയും സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അലീനയെ തന്നെ കുറെ നേരം നോക്കി നിൽക്കുവാണ് സ്റ്റാൻലി. കഴിഞ്ഞിട്ട് സ്റ്റാൻലി ആണെങ്കിൽ അലീനയുടെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട്. അതേസമയം തന്നെ അലീന തിരിഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി ഡ്രസ്സ് നോക്കുന്നത് പോലെ അവിടെ നിൽക്കുവാണ്, മറച്ചു നിൽക്കുന്ന രീതിയിലൊക്കെ സ്റ്റാൻലി നിൽക്കുവാണ്. അതേസമയം തന്നെ സ്റ്റാൻലി ഒരുപാട് സമയം നമ്മുടെ അലീനയുടെ പുറകെ നടന്ന് അലീനയെ കാണുന്നുണ്ട്. സമയം തന്നെ അവിടെയുള്ള സ്റ്റാഫ് വന്ന് ചോദിക്കുവാണ്, എന്തെടുക്കാനാ വന്നതെന്ന്. അതേസമയം സ്റ്റാൻലി പറയുവാണ്, ചുരിദാർ എടുക്കാനാ വന്നത്.
പക്ഷെ എനിക്കതിന്റെ സൈസ് ഒന്നും അറിയത്തില്ല. ഇതേക്കാണോ സാറേ അതോ മകൾക്കാണോ? എല്ലാ സൈസും ഉണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് മീഡിയം മതിയെന്ന് പറയുന്നുണ്ട്. പിന്നെ ഓരോ സാധനങ്ങൾ നോക്കുന്നതായിട്ട് നോക്കി നടക്കുവാണ് സ്റ്റാൻലി. അതേസമയം തന്നെ നമ്മുടെ സ്റ്റാൻലി സ്വന്തം മകളെ കണ്ണ് നിറച്ച് തന്നെ കാണുന്നുണ്ട്. അതേസമയം തന്നെ അലീനയുടെ പർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ബാലചന്ദ്രന്റെ അടുത്തേക്ക് വന്നിരിക്കുമ്പോ ബാലചന്ദ്രൻ ചോദിക്കുവാണ്, എല്ലാം കഴിഞ്ഞോ? ഇപ്പൊ കയ്യിൽ എന്തെങ്കിലും മിച്ചം കാണോ എന്ന് ചോദിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. സമയം അലീന പറയുവാണ്, ഇനിയൊന്നും കാണുകയില്ല, അങ്ങോട്ട് പോകാൻ അടിക്കുലി അച്ഛൻ തന്നെ തരേണ്ടി വരും എന്ന് പറയുമ്പോഴത്തേക്ക് ബാലചന്ദ്രൻ പറയുവാണ്, അതെനിക്ക് മനസ്സിലായി. കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരും കുറച്ചു നേരം അവിടെ ഇരുന്ന് സംസാരിക്കുവാണ്. പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് പറയുവാണ്, ഞാൻ ബില്ലായെന്ന് നോക്കിയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. പിന്നെ അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റാൻലി ബാലചന്ദ്രന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതേസമയം തന്നെ സ്റ്റാൻലി കൈ കാണിക്കുന്നുണ്ട്. എല്ലാം സെറ്റായെന്നാണ് നമ്മുടെ സ്റ്റാൻലി കൈ കാണിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞു നമ്മുടെ ബാലചന്ദ്രന്. അങ്ങനെ ബാലചന്ദ്രന് നിന്ന് എഴുന്നേറ്റ് പിന്നെ ബില്ലൊക്കെ അടിച്ചു മേടിച്ചു. ആ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് രണ്ടുപേരും അവിടെ നിന്ന് ചിറങ്ങി വരുന്നുണ്ട്. ഈ സമയം നമ്മുടെ സ്റ്റാൻലി ആണെങ്കിൽ ബാലചന്ദ്രനും അലീനയും ഒരുമിച്ച് വരുന്ന ഫോട്ടോസൊക്കെ എടുക്കുവാണേ. അവരങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി ആകെ വിഷമത്തോടു കൂടി നോക്കി നിൽക്കുവാണ് അവരെ. സ്റ്റാൻലിയെ കാണിക്കുന്നത് അവർ വീട്ടിലോട്ട് എത്തുന്നതാണ്. വീട്ടിലെത്തിയിട്ട് വണ്ടിയിൽ നിന്നും ഈ സാധനങ്ങളെല്ലാം പെറുക്കി എടുത്തിട്ട് വരുമ്പോൾ ചന്ദ്രൻ പറയുവാണ്, എന്റെ ദൈവമേ, ഇത്രയും കാശ് വേറെ കടയിൽ കൊണ്ടുപോയി കൊടുത്തല്ലോ. അതേസമയം തന്നെ അലീന പറയണ, അച്ഛ, വണ്ടിയിൽ കയറിയത് മുതൽ കളിയാക്കുന്നത് അച്ഛൻ. അതേസമയം ബാലചന്ദ്രൻ പറയുവാണ്, എന്നാലും അവർക്ക് ഇത്രയും കച്ചവടം കിട്ടിയില്ലേ എന്ന്. അച്ഛൻ ഇങ്ങോട്ട് അകത്തേക്ക് കയറി വാ, അച്ഛന് ഞാനൊരു ചായ ഇട്ടത്. അവർക്ക് കച്ചവടവും എനിക്ക് ചായയും എന്തേലും മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ കളിയാക്കുന്നുണ്ട്. വീടിനുള്ളിലേക്ക് അവർ കയറുന്നുണ്ട്. അതേസമയം തന്നെ ഹോട്ടൽ റൂമിലെത്തിയ സ്റ്റാൻലി ഫോട്ടോസും വീഡിയോസും എല്ലാം ചെയ്തും അല്ലാതെയും കണ്ടുകൊണ്ടേ ഇരിക്കുവാണ് കാണിക്കുന്നത്. അവർ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വന്നല്ലോ. റൂമിന്റെ പുറത്ത് വന്ന് നിന്നിട്ട് അലീന ചോദിക്കുവാണ്, ഞാൻ അകത്തോട്ടൊന്ന് വന്നോട്ടെ? സമയം പറയുവാണ്, എന്ത് ചോദിച്ചാലും നെഗറ്റീവ് പറയണം, ഞാൻ അകത്തോട്ട് കയറി വന്നോട്ടെ? കയറി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാന്ന് പറയുന്നുണ്ട്. ശേഷം ബബിതയ്ക്ക് ആ കവർ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ അലീന. അങ്ങനെ വേറെ ആൾക്കാര് അധ്വാനിച്ച് വാങ്ങിയ കാശ് കൊണ്ട് എനിക്കൊന്നും വേണ്ട. സമയം അലീന പറയുവാണ്, ഇതേ മര്യാദയ്ക്ക് വാങ്ങിച്ചോണം കേട്ടോ പെണ്ണെ എന്ന് പറഞ്ഞിട്ട് അലീന ബബിതയുടെ മടിയിലോട്ട് ആ കവർ വെച്ചു കൊടുക്കുവാണ്. സമയം തന്നെ ബബിത ആ കവർ അവിടെ വെച്ചിട്ട് എഴുന്നേൽക്കുന്നുണ്ട്. ഇത് എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുവാണ്, അതൊന്ന് തുറന്നു നോക്കടി. ഈ സമയം ബബിത പറയുവാണ്, എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ തന്നിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലേ? അതേസമയം അലീന പറയുവാണ്, അങ്ങനെയൊന്നും അല്ല, എനിക്ക് എന്റെ അനിയത്തിമാർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു ആഗ്രഹമാണ്. ആണെങ്കിൽ ഇടയ്ക്കൊക്കെ എനിക്ക് ഡ്രസ്സ് വാങ്ങി തരുന്നതല്ലേ, നിനക്ക് ഒന്നും മേടിച്ചു തന്നിട്ടില്ലല്ലോ എന്ന് പറയുവാണ്, അത് സ്നേഹം കൊണ്ടൊന്നുമല്ല, ഡ്രസ്സ് നശിപ്പിച്ച് കളഞ്ഞല്ലോ ഓർത്തപ്പോൾ എനിക്ക് വിഷമമായി കൊണ്ട് വേറെ മേടിച്ചു തന്നേ ഉള്ളൂ. അതേസമയം തന്നെ പിന്നെ പറയുവാണ്, ആയിക്കോട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല, ഏതായാലും ഞാൻ വാങ്ങിച്ചു തന്നത് നീ ഒന്ന് നോക്ക്. അവരൊക്കെ തുറന്നിട്ട് അതിൽ നിന്നും ഒരു വാച്ച് എടുക്കുന്നുണ്ട്. ശേഷം ആ വാച്ച് അലീന നമ്മുടെ ബബിതയുടെ കയ്യിലേക്ക് കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ സമയം നമ്മുടെ ബബിതയ്ക്ക് ആകെ വിഷമാകുന്നുണ്ട്. ഇങ്ങനെ അവർ രണ്ടുപേരും വിഷമത്തോടുകൂടെ നോക്കി നിൽക്കുന്ന സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.